പറയാമോ? ചോദിക്കണ്ടോ? ഞാൻ പറയണോ? പറയാം. സമരം ചെയ്യുന്ന LGSകാര് അവരുടെ ഈ സമരമൊത്തീർപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ഇടപെടണമെന്ന് ഡിവൈഎഫ്ഐയോടാണ് ആവശ്യപ്പെട്ടത്. അതിന് മറ്റു ചില റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളും അതിന് മുൻകൈയെടുത്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ 2 ദിവസമായി, ഇന്നലെയും ഇന്നുമായി തന്നെ അത് പരിശോധിക്കുകയും അവർ ഞങ്ങളെ സമീപിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഡിവൈഎഫ്ഐ ഓഫീസിൽ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2 തവണയും വൈകുന്നേരവുമായി 3 ഘട്ടങ്ങളിലായി റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധികൾ ഇവിടെ വരികയും ഈ ഓഫീസിൽ വരികയും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളെന്ന നിലയിൽ ഞങ്ങളോട് ചർച്ച ചെയ്യുകയും ചെയ്തു. അതിലവർ ഉന്നയിച്ചിരുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ആ ഉന്നയിച്ച കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ അപ്രായോഗികമാണ് എന്ന് അവരോട് തന്നെ നമ്മൾ സംസാരിക്കുകയും അതവർക്കപ്പോൾ തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു. ബോധ്യപ്പെട്ട നിലയിലായിരുന്നു ഞങ്ങളോട് പ്രതികരിച്ചത്. ചില കാര്യങ്ങളിൽ സർക്കാരിനോട് നമുക്ക് സംസാരിക്കാം, ചില കാര്യങ്ങളിൽ ഡിവൈഎഫ്ഐ ശ്രമിക്കാം. സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിക്കുമെന്ന് കരുതുന്നില്ല, കാരണം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നിയമപരവും പ്രാക്ടിക്കലുമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അക്കാര്യത്തിൽ. അപ്പോൾ അതിലൊക്കെ ഡിവൈഎഫ്ഐ ശ്രമിക്കാം, ഡിവൈഎഫ്ഐ നിങ്ങളോടൊപ്പം പ്രവർത്തനം ശ്രമിക്കാം. അത് പൊതുവിലൊരു ധാരണ, അവർ ആ തത്വത്തിൽ അത് അംഗീകരിച്ചായിരുന്നു ഞങ്ങളോട് അത് തിരിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ സമരം അവസാനിപ്പിക്കാൻ താല്പര്യമുണ്ട് എന്ന നിലയിലാണ് അവർ ഞങ്ങളോട് അറിയിച്ചത്. അതറിയിച്ച അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് നാളെ മറ്റന്നാളെ വായപ്പോഴേ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അതല്ല, ഇന്ന് തന്നെ ആയാലും അത്രയും ഉപകാരമായി എന്ന് പറഞ്ഞു. ശരി, എന്നാൽ പിന്നെ ഞങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ CMന്റെ ഓഫീസുമായി ബന്ധപ്പെടുകയും വളരെ അനുഭാവപൂർണമായി ഗവൺമെന്റ് അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഞങ്ങളങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് കേട്ടോ, ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ട് അനുഭാവപൂർവ്വം ജനാധിപത്യപരമായി മണിക്കൂറുകൾ ഇടപെട്ട് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ആദ്യം ഞങ്ങളോട് കാര്യങ്ങൾ ഇവർ എഴുതിത്തരായിരുന്നു. ഇവര് ഡിമാൻഡ് ചാർട്ടർ ഇവിടെ വന്ന് ഞങ്ങൾക്ക് എഴുതിത്തരായിരുന്നു, ഈ ഓഫീസിലെത്തി തരായിരുന്നു. ആ തന്ന ഡിമാൻഡ് ചാർട്ടറിലെ ചില കാര്യങ്ങൾ ഇവിടെ വെച്ച് നമ്മൾ പറഞ്ഞിട്ട് അവരുമായി തന്നെ അവിടെ തന്നെ വെട്ടുന്നുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവശേഷിക്കുന്ന കാര്യങ്ങൾ സർക്കാരുമായി ഞങ്ങൾ ആദ്യം സംസാരിച്ചതിന് ശേഷം ഇവര് അവിടേക്ക് വന്നു, സെക്രട്ടേറിയറ്റിലേക്ക്. വന്ന സമയം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ അവരും ഞങ്ങളും തമ്മിൽ ഇരുന്ന് സംസാരിച്ചു. ഇത്രയും കാര്യങ്ങൾ ഉറപ്പായി, എല്ലാ കാര്യങ്ങളുമായി നമുക്ക് കാര്യത്തിലേക്ക് പോകാമല്ലോ എന്ന നിലയിലായിരുന്നു. അപ്പോൾ ഇവിടെ ഡിവൈഎഫ്ഐ ശ്രമിക്കാം എന്ന് പറഞ്ഞ കാരണം, ഡിവൈഎഫ്ഐ ഇടപെടാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ ചില കാര്യങ്ങളിൽ അതുകൂടി തീരുമാനമാകാം എന്ന നിലയിലേക്ക് അവർ പറഞ്ഞു. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അത് തസ്തിക സൃഷ്ടിക്കേണ്ട കാര്യമാണ്. തസ്തിക സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഒരു പൊയ്വാക്ക് പറയാൻ, ഒരു വെറുതെ ഒരു കാര്യം ഉറപ്പായി കൊടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ വെറുതെ ഒരു ഉറപ്പ് നൽകി മതി എന്നൊക്കെ അവരിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അത് ശരിയല്ല. അതങ്ങനെ വെറുതെ ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നില്ല. പറയുന്ന കാര്യങ്ങൾ വളരെ വസ്തുതാപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അക്കാര്യത്തില് സർക്കാർ വളരെ അനുഭാവപൂർവ്വം സമീപനം സ്വീകരിച്ചത് ഡിവൈഎഫ്ഐക്ക് ബോധ്യമായിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സർക്കാർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും അതിനോടനുബന്ധിച്ചുള്ള വാർത്താ സമ്മേളനവും തന്നെ അവരുടെ സമരം അവസാനിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങളായിരുന്നു. അതിന് പുറമേ ചില കാര്യങ്ങൾ എന്ന് ആവശ്യപ്പെട്ട കാര്യങ്ങളും വളരെ കൃത്യമായി. അതിലൊന്ന്, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുവരുന്ന സന്ദർഭത്തിൽ വരുന്ന ഒഴിവുകൾ. ഇപ്പോൾ കൂടുതൽ ഈ ഓഫീസ് അസിസ്റ്റന്റ് തസ്തിക, ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ അധികം ഒഴിവുകൾ വരില്ല എന്നവർ പറഞ്ഞു. ആ ആശങ്ക ശരിയാണെന്ന് സർക്കാരും പറഞ്ഞു. അപ്പൊ അതിന് പോംവഴിയായിട്ട് ഇവരിൽ നിന്ന് പ്രൊമോഷൻ കിട്ടുന്ന പോസ്റ്റുകളുണ്ട്. ആ പ്രൊമോഷൻ കിട്ടുന്ന പോസ്റ്റുകളിൽ റിട്ടയർമെന്റ് വേക്കൻസികൾ വരും. അതിലേക്ക് ഈ ഫീഡർ കാറ്റഗറിയിൽ നിന്ന്, എൻട്രി കാറ്റഗറിയിൽ നിന്ന് പ്രൊമോഷൻ സമയബന്ധിതമായി നടത്തണം. ഇതായിരുന്നു ഇവർ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വരുന്നതോടുകൂടി 100 കണക്കിന് ഒഴിവുകൾ ഈ തസ്തികയിലേക്ക് വരും. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേകമായി തന്നെ ഇടപെട്ട് സർക്കാർ ചെയ്യും. സാധാരണഗതിയിൽ അത് നടക്കില്ല. കാരണം റിട്ടയർമെന്റ് വരുന്നത് OA തസ്തികയിലല്ല, അതിന്റെ തൊട്ട് മുകളിലത്തെ തസ്തികയിലായിരിക്കും. അപ്പോൾ ആ ഒഴിവ് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യമല്ല. കാരണം ഇവിടെ തസ്തികയിൽ ഒഴിവ് വരുന്നില്ലല്ലോ, മുകളിലെ ഒഴിവ് വരുന്നു. ഈ OAയിൽ നിന്ന് മുകളിലേക്കുള്ള പ്രൊമോഷൻ അത് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ ആവശ്യമായിരുന്നു. വൈകുന്നേരത്തെ ചർച്ചയിൽ അവർ നമ്മളോട് പറഞ്ഞതാണ്, ഈ ഓഫീസിൽ വന്ന് പറഞ്ഞതാണ്.
അത് പ്രധാനപ്പെട്ട കാര്യമായി അവർ ഉന്നയിച്ചു. ആ ഉന്നയിച്ച കാര്യം സർക്കാർ അനുഭാവപൂർവ്വം പരിശോധിക്കുകയും അത് CM-നോട് കൂടി തന്നെ ഇവർ ഡിസ്കസ് ചെയ്ത് അത് സമ്മതിച്ചു, മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്തു, ഒക്കെ സംസാരിച്ചു സർക്കാർ നല്ലൊരു ഉറപ്പ് കൊടുത്തു. സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും, പിന്നെ മറ്റൊന്ന് GST-യുമായി ബന്ധപ്പെട്ട ഒരു തസ്തിക, ആ തസ്തികയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വളരെ കൃത്യമായി, ഞാൻ ഓരോന്നെടുത്ത് പറയുന്നില്ല, എല്ലാ കാര്യങ്ങളിലും അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഈ തസ്തിക ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ട് അത് നിയമപരമായും പ്രാക്ടിക്കലും പോസിബിളായ കാര്യമല്ല. അപ്പോൾ ഒരിക്കലും നടക്കാത്തൊരു കാര്യം വെച്ചിട്ട് ആണ് ആ ചർച്ച അവരിന്നിപ്പോൾ അങ്ങനെയാണ് ഇതിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും DYFI ഇതിൽ നിന്ന് ബോധ്യമായ ഒരു കാര്യം, സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന വളരെ ക്രിയാത്മകവും തുറന്ന സമീപനവുമാണ്. വളരെ ജനാധിപത്യപരമായ സമീപനമാണ് സർക്കാർ എടുക്കുന്നതെന്ന് ബോധ്യപ്പെടുന്നതാണ് സർക്കാരിന്റെ ഈ ഇടപെടൽ. അതിന് DYFI സർക്കാരിനെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ഉദ്യോഗാർത്ഥികൾ ഇവിടെ 3 ഘട്ടങ്ങളിൽ നമ്മളോട് സംസാരിച്ചതുപോലെയല്ല തുടർന്നുള്ള മണിക്കൂറുകൾ. അതിൽ നിന്ന് DYFI ഒരു കാര്യം സംശയിക്കുന്നു, ബാഹ്യ ഇടപെടലുകൾ ഈ സമരത്തിന്റെ പിന്നിലുണ്ടോ എന്ന കാര്യം കൂടുതൽ സംശയിപ്പിക്കുന്നതാണ് അവരുടെ അവസാന നിമിഷങ്ങളിലെ ഇടപെടലുകളെന്ന് DYFI ബലമായി സംശയിക്കുന്നു. ആ സംശയം ബലപ്പെടുന്നത് കൂടിയാണ് ഇന്നത്തെ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോ സമരം തീർക്കണം എന്ന നിലയാണ് അവർ ആദ്യം മുതൽ സ്വീകരിച്ചത്. ചിലരുമായി ബന്ധപ്പെട്ടാണ് നമ്മളുമായി തന്നെ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം ചെയ്തു. അവരെ വളരെ തുറന്ന മനസ്സോടെ ഒരുപാട് നേരം സംസാരിച്ചു, ഞങ്ങൾ അതിൽ ഇടപെട്ടു. പ്രാക്ടിക്കലി പോസിബിൾ ആകുന്ന എല്ലാ കാര്യങ്ങളിന്മേലും വൈകുന്നേരം അവർ തന്നെ ഉറപ്പ്, അവർ തന്നെ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയതിന് ശേഷവും വളരെ പെട്ടെന്ന് പിന്നീടുള്ള മണിക്കൂറുകളിൽ ഒരു മാറ്റം വരുന്നു. അവിടെ നടക്കുന്ന ചർച്ചകൾക്കിടയിൽ തന്നെ പുറത്തു പലരോടും അവർ കൂടിയാലോചിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. അത്തരം അനുഭവങ്ങളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും DYFIക്ക് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബാഹ്യ ഇടപെടലുകൾ, നിയന്ത്രണങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഞങ്ങളിപ്പോഴും ഉദ്യോഗാർത്ഥികളെ കുറ്റം പറയുന്നില്ല. ഈ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾ, പ്രത്യേകിച്ചും റാങ്ക് ലിസ്റ്റിൽ അടുത്ത് ഇനി വരാനിരിക്കുന്ന കുറെ ഒഴിവുകളുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. ആ ഉദ്യോഗാർത്ഥികളെല്ലാം ഇക്കാര്യത്തിൽ മനസ്സിരുത്തി ചിന്തിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. സർക്കാരിന്റെ രേഖാമൂലം തന്നെ ഇക്കാര്യങ്ങൾ അവർക്ക് നൽകാമെന്ന് പറഞ്ഞതാണ്. അക്കാര്യങ്ങളെല്ലാം സംസാരിച്ചതാണ്. വളരെ പോസിറ്റീവായിട്ടായിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയാണെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇതുകൂടി വേണം. അപ്പൊ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് പ്രാക്ടിക്കലി പോസിബിൾ ആകില്ല എന്നും, എന്നാൽ അക്കാര്യങ്ങളിൽ DYFI അവരോട് സഹകരിക്കാമെന്നും, ഞങ്ങൾ അക്കാര്യം പരിശോധിക്കാമെന്നും, DYFI അക്കാര്യത്തിൽ ഇടപെടാമെന്നും ഇവർക്ക് ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ പറയും ഉറപ്പ് ധാരണയായതാണ്. പക്ഷേ ആ ധാരണയിൽ നിന്ന് വിരുദ്ധമായി പോകുന്നതിന്റെ പിന്നിൽ ബാഹ്യ ഇടപെടലുകളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് വിഷയം. ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞ പോലെ ഈ സമരത്തിന് പിന്നിൽ ഉള്ള ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്ന് DYFIക്ക് കൂടെ ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇല്ലെങ്കിൽ ഈ സമരം ഇന്ന് അവസാനിപ്പിക്കാവുന്ന, നിസ്സാരമായി അവസാനിപ്പിക്കാവുന്നതല്ല. ഒരു വിഷയത്തില് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം. രസകരമായ കാര്യം, ഞങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട് ഈ രാത്രി വേണോ എന്ന്. എത്ര മണിക്കാത്? ഒരു 8 മണി സമയത്ത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന് രാത്രി വേണോ? നിങ്ങളൊക്കെ ആലോചിച്ചത് നാളെ പോരെ, ഇന്ന് രാത്രിയിലായാൽ അത്രയും നല്ലത് എന്ന് പറയുന്നവരാണ്. ഈ ഓഫീസിൽ എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് നേരെ അവിടേക്ക് പോകുന്നു, ചർച്ചയിലേക്ക് വരുന്നു. പിന്നെയുള്ള ഒരു കുറച്ച് മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകളിൽ വരുമ്പോഴേക്കും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത 2 കാര്യങ്ങളിൽ അവർ ശക്തമായി നിൽക്കുന്നു. അതിന്റെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന കാര്യം അവരോട് നഗ്നമായി വിശദീകരിക്കുകയാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ, ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അതിന്റെ കാരണങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് വളരെ വളരെ വിശദമായി അവരോട് പറയാണ്, സമയമെടുത്ത്. അല്ല എങ്കിലും അതുകൂടി വേണം. പിന്നെ പലരുമായും ഫോണിൽ ബന്ധപ്പെടുന്നു. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുള്ളതല്ലേ. അത് മാത്രമല്ല, നമുക്ക് സ്വാഭാവികമായി നമ്മുടെ ഒരു ധാരണയിൽ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് ശരിയല്ല. ഞങ്ങളിപ്പോഴും ഉദ്യോഗാർത്ഥികളോട് പറയുന്നത്, അപ്പോൾ മറ്റു പലരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, രാഷ്ട്രീയ പ്രതിപക്ഷത്തോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവരെ വെച്ചല്ല കളിക്കേണ്ടത്. ഇത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അത് ഉദ്യോഗാർത്ഥികളാകുകയോ എല്ലാവരോടും DYFI
വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കാരണം സർക്കാർ ഇക്കാര്യത്തിലെല്ലാം പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനം വളരെ തുറന്ന മനസ്സാണ്. പക്ഷേ ആ സമീപനത്തോട് നിക്ഷിപ്ത താല്പര്യത്തോടെ ഇടപെടുന്നത് ശരിയല്ല. അത് ജനാധിപത്യത്തിൽ വേണ്ടിയില്ല. ഈ സമവായ ചർച്ചകൾ പൂർണ്ണമായിട്ടാണല്ലോ എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ അടങ്ങും നമ്മൾ കരുതുന്നു. അത് ചർച്ച തുടരുകയല്ല. അതവരോട് പറഞ്ഞത് സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ 1, 2, 3, 4 കൃത്യമായി രേഖാമൂലം തന്നെ അവരെ കാണിച്ചു. പ്രത്യേകമായി പറയാം, രേഖാമൂലം അതിൽ ധാരണയായിട്ടാണ് അവരെ വിളിക്കുന്നത്. അവർ നമുക്കൊരു ഡിമാൻഡ് ചാർട്ടർ തരുന്നു. അവർ കൈപ്പടയിൽ എഴുതിയൊരു ഡിമാൻഡ് ചാർട്ടർ ഞങ്ങൾക്ക് തരുന്നു. ആ ഡിമാൻഡ് ചാർട്ടറിൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ ഈ ഓഫീസിലെത്തിയാണ് അവർ തരുന്നത്. പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ ഇവിടെ വെച്ച് തന്നെ ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നു. പിന്നെ ഇന്ന കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് സർക്കാരുമായി സംസാരിക്കുന്നു. അത് സർക്കാർ മറ്റെല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് CM ഓഫീസ് ബന്ധപ്പെട്ടതിന് ശേഷം ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ലിസ്റ്റ് തയ്യാറാക്കുന്നു. പ്രിന്റഡ് ലിസ്റ്റ്. ആ പ്രിന്റഡ് ലിസ്റ്റ് വെച്ചിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. പിന്നെ അതിന്റെ താഴെ ഒപ്പിട്ടാൽ മാത്രം മതി, അവർക്ക് ധാരണയാണെങ്കിൽ. അങ്ങനെ സംസാരിച്ചോ. രേഖാമൂലമാണ് ചർച്ച തന്നെ തുടങ്ങുന്നത്. അപ്പോൾ പറയുന്നത് ഈ 2 കാര്യങ്ങൾ കൂടി വേണം. ആ 2 കാര്യങ്ങൾ ഏതാണ്? പോസ്റ്റ് ക്രിയേഷനുമായി ബന്ധപ്പെട്ടാണ്. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇപ്പൊ ഓരോ റാങ്ക് ലിസ്റ്റിലും പെട്ടവർക്ക്, ഞാനിപ്പോ റാങ്ക് ലിസ്റ്റിന്റെ താഴെയായിരിക്കും. അപ്പൊ ഒരു 10 പോസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും. അപ്പൊ എന്റെ ആഗ്രഹം എന്താ? ആ 10 പോസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് ആ ജോലി കിട്ടുമെന്നല്ലേ. അങ്ങനെയെങ്കിൽ ഓരോ റാങ്ക് ലിസ്റ്റിന്റെയും മെയിൻ ലിസ്റ്റിന്റെ അവസാനം വരെ നിൽക്കുന്ന ആളിന്റെ ആഗ്രഹം അതല്ലേ. അതനുസരിച്ച് പോസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നിയമപരമായി സാധിക്കുമോ? പോസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലാണ് അവർ തർക്കം ഉന്നയിച്ചത്. അപ്പൊ സർക്കാർ ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ബാക്കി മുഴുവൻ കാര്യങ്ങളും ഓക്കെ, ഈ കാര്യങ്ങളിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു, ഇതിനപ്പുറത്തേക്ക് സർക്കാരിനൊന്നും ചെയ്യാനില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിനോട് എപ്പോഴെങ്കിലും യോജിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വരാം. അപ്പോൾ സർക്കാർ തയ്യാറാക്കാൻ ചർച്ചയ്ക്ക്. അങ്ങനെ വന്നാൽ ചർച്ചയ്ക്കില്ല എന്നൊരു സമീപനം ഞങ്ങൾക്കില്ല, നിങ്ങൾക്ക് വരാം. ഡിവൈഎഫ്ഐയും അവരോട് അത് തന്നെ പറഞ്ഞു, ഞങ്ങളിനി ഇതിന്മേൽ മറ്റൊരു അവകാശവാദത്തിലേക്ക് നിങ്ങൾ ഇനി വരണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളോട് രേഖാമൂലം നിങ്ങളെ കാണിച്ച ഈ ഉറപ്പുകളിന്മേൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അതിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും യോജിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞു ആവാം എന്ന് പറഞ്ഞു. അത് ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം തീരുമാനം ഉറപ്പായിട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നീട് അത് മാറുകയും ചെയ്തു. ഈ സമരം തുടരും എന്നവർ പറയുകയും ചെയ്തു. സർക്കാർ തിരിച്ചടിയാവില്ലേ? എങ്ങനെയാണ്? ഒരിക്കലാവില്ല. സർക്കാർ എടുക്കുന്ന നിലപാടാണല്ലോ പ്രധാനം. നിങ്ങൾ നോക്കൂ, ഏത് സർക്കാരാണ് ഇങ്ങനെ ജനാധിപത്യപരമായി ഇടപെടുന്നത്? ഏത് സർക്കാരാണ്? ഒരു രാത്രി മുഴുവൻ CM ഓഫീസിൽ അവർ സന്നദ്ധമാകുന്നു. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ രാത്രി തന്നെ ചർച്ചയാകണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചവരാണ്. അത് പ്രത്യേകം പറഞ്ഞത് ഇന്ന് തീർക്കാം ഞങ്ങൾ എന്നാൽ, അല്ലെങ്കിൽ ഇന്ന് തീർക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം, നാളത്തേക്ക് എന്തിനു മാറ്റുന്നു, ഇത്രയും ധാരണയാകാൻ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ മുൻകൈ എടുക്കണം എന്ന് ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടാണ് ഞങ്ങളതിന് മുൻകൈ എടുക്കുന്നത്. ഞങ്ങള് രാവിലെ ഉച്ചയ്ക്കും അവരോട് സംസാരിച്ചിട്ട് ശരി നിങ്ങൾ ആലോചിച്ചിട്ട് പറയൂ എന്ന് പറഞ്ഞ് പിരിയായിരുന്നു. ഇത് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, അവരിങ്ങോട്ട് വന്നതാണ്, ഞങ്ങൾ ഡിസ്കസ് ചെയ്താണ്. അല്ലെങ്കിൽ ഒരു തരത്തില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുപ്പളമ തർക്കത്തിന്റെ പ്രശ്നം അവിടെ ഇല്ല. ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്തം തന്നെയാണ്, അല്ലെങ്കിൽ കടമ തന്നെയാണ് അതൊക്കെ. ഞങ്ങളത് ചെയ്ത് അതിന്മേൽ ധാരണയായി അവർ തന്നെ കഴിയുമെങ്കിൽ ഇന്ന് തീർത്തു തരണം എന്നിങ്ങോട്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ശരി എന്നാ പോലെ രാത്രിയാകട്ടെ എന്ന് പറഞ്ഞാൽ അവരോട് പറയുന്നു. എന്നാ പറ നാളെ ആയാൽ പോരെ, എന്തിനു അല്ല ഇന്ന് രാത്രിയായാൽ കൊള്ളാമെന്ന് അവർ പറയുന്നു. ശരി, പിന്നെ ഈ 2 കാര്യങ്ങളിന്മേൽ അവർ ഉറച്ചു നിൽക്കുന്നു. എനിക്കറിയില്ല, അവർ നാളെ ഇത് മാറ്റുമായിരിക്കാം, മാറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന റിയാലിറ്റി അവർ ഉദ്യോഗാർത്ഥികളാണല്ലോ, അവർ അഭ്യസ്ത വിദ്യരാണല്ലോ, അവർ തിരിച്ചറിയും എന്ന് ഞങ്ങൾ കാണുന്നു. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ധാരണ ഉണ്ടായിരുന്നത് പിന്നീട് വെളിപ്പെടുത്താം, പിന്നീട് പറയാം.